എൻ്റെ ഒരു സ്വപ്നമാണ്. ഒരുപാട് വർഷമായി ഒരു അക്കാദമി തുടങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇന്ന് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. ആദ്യം തന്നെ ഞാൻ ഈ അക്കാദമി തുടങ്ങുന്നതിന് മുമ്പ് ആലോചിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത്, വിശാന്തെ, നിന്റെ ബിസിനസ്, നീ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. ഒരു ജ്വല്ലറിക്ക് ആ ജ്വല്ലറിയുടേതായ ഒരു സീക്രട്സ് ഉണ്ടാവും, അത് വെച്ചിട്ടേ നമുക്ക് വളരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഞാൻ ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളിവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ജ്വല്ലറി ബിസിനസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവാം. ഞാൻ അധികം സമയം എടുക്കാതെ ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് എന്താണെന്ന് പറയുന്ന ഒരു ചെറിയ ഉള്ളടക്കം ഞാനിവിടെ നിങ്ങളെ കാണിക്കാം. ഈ ഉള്ളടക്കമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു ആഴ്ചയിൽ ഒരു ക്ലാസ്സും ഒരു മാസത്തിൽ 4 ക്ലാസ് ആയിട്ടും അങ്ങനെ 3 മാസം കൊണ്ട് 12 ക്ലാസ് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് ജ്വല്ലറി ഓണേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ജ്വല്ലറി ഓണേഴ്സിന്റെ ട്രെയിനിങ് കൂടാതെ അതാത് ജ്വല്ലറിയുടെ മാനേജേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ജ്വല്ലറിയിലെ സെയിൽസ് സ്റ്റാഫുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഓണേഴ്സിന് എന്ത് ടൈപ്പ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ഉള്ളടക്കം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ 11 പില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന് ഒന്നാമത്തത് എന്ന് പറയുന്നത് ഇതാണ്, സർവീസ്. ഏതൊരു ബിസിനസ്സും ചെയ്യുന്നതും ഒരു സർവീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എനിക്കൊരു നോളജ് ഉണ്ട്, എനിക്കൊരു അറിവുണ്ട്, അത് ഞാൻ മറ്റുള്ളവർക്ക് വിൽക്കുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യാം, പൈസ വരിക. അപ്പോൾ നമ്മുടെ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ എന്ത് സർവീസാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ പറയും, ഞാൻ ഗോൾഡ് വിൽക്കുന്നുണ്ട്, ഡയമണ്ട് വിൽക്കുന്നുണ്ട്, സിൽവർ വിൽക്കുന്നുണ്ട്, ഓൾഡ് ഗോൾഡ് എടുക്കുന്നുണ്ട്, സ്കീം, അതായത് മന്ത്ലി തവണകളായിട്ട് അടുത്ത സ്കീം നടത്തുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 10ഓളം പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു 30 ഡിഫറെന്റ് സർവീസ് നമ്മുടെ ജ്വല്ലറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ഇതാണ് ആ 30 സർവീസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ട്രെയിനിങ്ങിൽ കൂടെ ആദ്യം ഒരു ഓണറെ പഠിപ്പിക്കുന്നത്. കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് അതൊന്ന് കണ്ടിട്ട് പോകണം. ഒരു 40 വർഷം മുമ്പ് ജ്വല്ലറികളിൽ ഉണ്ടായിരുന്ന ഒരു സ്വർണം ഒരു തട്ടാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തായിരുന്നോ അതിന്റെ ഏറ്റവും ന്യൂനതമ പുതിയ ആധുനികമായ ടെക്നോളജി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പല കാര്യങ്ങളും ഞാൻ തന്നെ കേൾക്കുന്നത് ഇതോടെ കൊണ്ടുവച്ചപ്പോഴാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്റെയൊക്കെ ഫാദറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഒരു 10-25 വർഷം മുമ്പൊക്കെ അവരുടെയൊക്കെ കല്യാണ സമയത്ത് പറഞ്ഞത്, ഇന്ന ഒരു തട്ടാന്റെ അടുത്ത് സ്വർണം വാങ്ങാൻ 50 പവൻ വേണമെന്ന് പറഞ്ഞ് പണിയാൻ കൊടുത്തു എന്നാ പറയുന്നത്. അന്ന് ചില ആൾക്കാര് അതിൽ സക്സസ് ആയത് എന്താ വെച്ചാൽ അവരുടെ ഈ ഒരു സർവീസ് കൊണ്ടാണ്. ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അന്നത്തെ കാലത്ത് ഒരു ജ്വല്ലറി വ്യവസായം തുടങ്ങി വിജയിച്ചു വന്നത്. പിന്നീട് അതെന്തായി മാറി, പ്രസ്ഥാനമായി മാറിയപ്പം അതൊരു ബ്രാൻഡിന്റെ പുറകിലോട്ട് മാറി. ആ ബ്രാൻഡിന്റെ പുറകിലും ഒരു സർവീസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കൊടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഞങ്ങൾ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ സർവീസ് ആണ്. ഇതാണ് ഒരു പില്ലർ. ഫസ്റ്റ് പേജിൽ ഞങ്ങൾ പറയുന്നത് ഒരു ജ്വല്ലറിയിൽ കൊടുക്കേണ്ട സർവീസുകൾ എന്തൊക്കെയാണെന്നാണ്. ഞങ്ങൾ ഈ ട്രെയിനിങ്ങില് ഓരോ സർവീസിനെ പറ്റിയും കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഓണേഴ്സിനെ ഞങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയിലോട്ടാണ്. ഇതിനകത്ത് 10ാമത്തെ ഒരു പോയിന്റ് നോക്കിയാൽ അറിയാം, റിപ്പയർ. നമ്മുടെ കടയിലൊക്കെ ഒരു ഐറ്റം റിപ്പയർ ചെയ്യാൻ വരുമ്പോൾ അത് ഒരു സന്തോഷമുള്ള ഒരു അവസ്ഥയാക്കി നമുക്ക് എടുക്കാൻ പറ്റണം. നമ്മൾ തന്നെ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഐറ്റം ഒരു കസ്റ്റമർ റിപ്പയർ ചെയ്യാൻ വരുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുന്ന രീതി കുറച്ചൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്യൂട്ടിഫുൾ സർവീസ് ആക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ ഏറ്റവും താഴെയുള്ള 30 സർവീസ് വരെ നമുക്ക് ഏറ്റവും മനോഹരമായി എങ്ങനെ കൊടുക്കാം എന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഈ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നുണ്ട്. ഇത് 1 മിനിറ്റിലോ 10 മിനിറ്റിലോ പറഞ്ഞാൽ തീരൂല. ഇതിന് ഒരുപാട് സമയം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. 1 ജ്വല്ലറിയിൽ കൊടുക്കേണ്ട സർവീസുകൾ എന്തൊക്കെയാണെന്നാണ്. ഞങ്ങൾ ഈ ട്രെയിനിങ്ങില് ഓരോ സർവീസിനെ പറ്റിയും കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഓണേഴ്സിനെ ഞങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയിലോട്ടാണ്.
ഇന്ന് ഞങ്ങള് കാണുന്ന ഏറ്റവും വലിയൊരു ജ്വല്ലറി മേഖലയിലുള്ള ഒരു ഡേഞ്ചർ വശം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഫോക്കസ് ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത് ബിസിനസ് നടത്തുന്നത്. ഞങ്ങൾ പറയുന്നത് ഒരു ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ 10% മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നഷ്ടപ്പെടുത്തി കളയാൻ പാടുള്ളൂ. എന്താ നഷ്ടപ്പെടുത്തി കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റീരിയർ, ഇനാഗ്രേഷൻ, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ. 90% ഒരു ജ്വല്ലറി ബിസിനസ്സിൽ അസറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാത്ത ജ്വല്ലറിക്കാർക്ക് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളതായിട്ട് ഞങ്ങൾ കാണാറുണ്ട്. അതായത് ഒരു ജ്വല്ലറി ബിസിനസ് തുടങ്ങും, ആ ജ്വല്ലറി ബിസിനസ് ഒരു 10 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് മാർക്കറ്റിംഗും ഇന്റീരിയറും ഇനാഗ്രേഷനും ഒക്കെ പറഞ്ഞിട്ട് 2 കോടി രൂപ മുടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇന്ന് കാണുന്നത് അങ്ങനെ മുടക്കുന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എപ്പോഴാണ് തിരിച്ചു കിട്ടുന്നത് എന്നുള്ളൊരു ബോധ്യം പല ഓണേഴ്സിനും നമുക്കില്ല. ഞങ്ങൾ പറയുന്നത് ഒരു ജ്വല്ലറി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അത് എവിടെയൊക്കെ ആയിരിക്കണം, അസറ്റിൽ എത്ര വേണം എന്ന് പറയുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സിമ്പിൾ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ജ്വല്ലറി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 90% അസറ്റ് ആയിട്ടുണ്ടാവണം. അസറ്റ് മീൻസ് ഗോൾഡ് ഓർ ഡയമണ്ട് ഓർ സിൽവർ. ബാക്കിയാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, 10% നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാവുള്ളൂ, നമ്മളൊരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റി വെക്കാൻ പാടുള്ളൂ. എക്സാമ്പിൾ ഇന്റീരിയർ, ഇനാഗ്രേഷൻ, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും. ഈ 90% എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് വെച്ചാല്, ഈ ജ്വല്ലറിയില് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ രക്തമുള്ളതുപോലെയാണ് ഒരു ജ്വല്ലറിയിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത് 1 കിലോ സ്റ്റോക്ക് ഉള്ള ഒരു കടയിൽ 300 പീസ് ഉണ്ടാവണം എന്ന് പറയും. അതായത് 1 കിലോ സ്റ്റോക്ക് ഉള്ള ഓർണമെന്റ്സ് സ്റ്റോക്ക് ഉള്ള ഒരു കടയിൽ 300 പീസ് ഐറ്റംസ് ഉണ്ടാവണം എന്ന് പറയും. നിങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മതി, നിങ്ങളുടെ ഷോപ്പിൽ എത്ര കിലോ സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കിൽ എത്ര ഐറ്റം, CT എന്നൊക്കെ പറയില്ല, എണ്ണ മുട്ടിക്കാന്ന് പറയില്ല നമ്മള്. അത് കാരണം പല കടകളിലും ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ, ഞങ്ങൾ ഈ കൺസൾട്ടൻസി ഫേമായിട്ട് ഏറ്റെടുക്കുമ്പോൾ അവിടെ 2 വർഷം 3 വർഷം മുമ്പ് ബാർകോഡ് ചെയ്ത ഐറ്റംസ് അവിടെ ഇരിക്കുന്ന കാണാം. 3 വർഷം മുമ്പ് ബാർകോഡ് ചെയ്ത ഐറ്റം, അതിനർത്ഥം എന്ന് പറയുന്നത് 3 വർഷമായിട്ട് ആ ഇൻവെസ്റ്റ്മെന്റിന് ഒരനക്കവും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം. അതായത് ആ ഇൻവെസ്റ്റ്മെന്റ് ആര് ശ്രദ്ധിക്കുന്നു, അത് എങ്ങനെ ചെയ്യാം, ഒരു സ്റ്റോക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനൊരു ഫോർമാറ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടി ഓരോ ജ്വല്ലറി ഓണേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് ഞങ്ങൾ ചെയ്യുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന്, അവർ കൊടുക്കുന്ന സർവീസിനെയും, രണ്ടാമത് അവരുടെ സ്റ്റോക്കിനെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ആ മാർക്കറ്റിംഗ് ഞങ്ങൾ ചെയ്യുന്നത് 5 ഡിഫറെന്റ് ടൈപ്പിലായിട്ടാണ്. അത് ഏറ്റവും ചെലവ് കുറഞ്ഞിട്ട് ഒരു ജ്വല്ലറിയിൽ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഈ ട്രെയിനിങ്ങിൽ കൂടെ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ച് കൊടുക്കുന്നത്. കസ്റ്റമർ വരും, ആ കസ്റ്റമറെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അവരെ എങ്ങനെ നമ്മുടെ സർവീസിൽ, ആ ഫസ്റ്റ് പറഞ്ഞൊരു സർവീസിൽ അവർക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം, നമ്മുടെ സ്റ്റോക്ക് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് വരേണ്ട എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിലബസ് ഞങ്ങൾ കസ്റ്റമറുടെ പോയിന്റ്, ട്രെയിനിങ് പോയിന്റ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഞങ്ങൾ ആ ക്ലാസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അടുത്തത് സ്റ്റാഫാണ്. ഞങ്ങള് നമ്മുടെ ജ്വല്ലറിയിലെ 18 ഡെസിഗ്നേഷൻസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാനേജർ മുതൽ സെക്യൂരിറ്റി വരെ 18 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡെസിഗ്നേഷൻസ് ആണ് ഉള്ളത്. ഞങ്ങളിപ്പം ഒരു സ്റ്റാഫിനെ ഇന്റർവ്യൂ ചെയ്തെടുക്കുമ്പോൾ അവർ മുൻപേ വർക്ക് ചെയ്ത ഒരു ജ്വല്ലറിയുടെയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ചോദിക്കാറില്ല. ഞങ്ങള് ഓരോ വ്യക്തിയും എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരു വർക്ക് പ്രൊഫൈൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മാനേജർ 51 കാര്യം ചെയ്യണം, ഒരു അക്കൗണ്ടന്റ് ഇത്ര കാര്യം ചെയ്യണം എന്ന് പറയുന്ന ഒരു വർക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വർക്ക് പ്രൊഫൈലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ സ്റ്റാഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. സെയിൽസ് ആണ്. സ്റ്റാഫ് വന്നു കഴിയുമ്പോൾ, കസ്റ്റമർ കയറി കഴിയുമ്പോൾ സെയിൽസ് നടക്കും. ആ സെയിൽസ് ഇപ്പൊ നമുക്കറിയാലോ, ഇന്നിപ്പോ നാട്ടിൽ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ജ്വല്ലറികൾ തമ്മിൽ മത്സരമാണ്. ഒരാള് 2% തരാമെന്ന് പറഞ്ഞാൽ അടുത്ത ആൾ 1.5% തരാമെന്ന് പറഞ്ഞിട്ട് സ്വയം മരിക്കുന്ന ബിസിനസ് ആണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്. അതായത് ഒരാള് 5% അഡ്വാൻസ്, അങ്ങനെയാണെങ്കിൽ ഒരാൾ അഡ്വാൻസിൽ 1.5%, 10% അഡ്വാൻസ് സ്കീമൊക്കെ ഒരു ജ്വല്ലറി ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന എഫക്ട് ശരിക്കും ഓണേഴ്സ് അറിയുന്നുണ്ടോ എന്ന് പോലും
കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്ന പല ജ്വല്ലറി ആൾക്കാരും അഡ്വാൻസിൽ കൂടെ കോടികൾ രൂപ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. അഡ്വാൻസ് 5%, 10% ഒക്കെ അഡ്വാൻസ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അതേപോലെ തന്നെ പണിക്കൂലി 2%, 3% പണിക്കൂലി പറഞ്ഞിട്ട് ബിസിനസ് കൊണ്ടുവരാണ്. അവരെന്താ പ്രതീക്ഷിക്കുന്നത് വെച്ചാല് സെയിൽസ് നടക്കണം, അതേ നോക്കുന്നുള്ളൂ. പക്ഷെ സെയിൽസ് നടക്കണമെങ്കിൽ ഒരു ദിവസം ആ ബിസിനസ് നടന്നു പോകണമെങ്കിൽ എന്ത് വരുമാനം അതിന് കിട്ടണം, അതിന് എന്ത് മാർജിനാണ് വേണ്ടത്, ആ മാർജിൻ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ കോഴിക്കോട് 104 ജ്വല്ലറി ഉണ്ട്. കോഴിക്കോട് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ടൗണിൽ അത്രയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, കൂടുതലുണ്ട്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ബ്രേക്ക് ഈവൺ ആയി. ഞങ്ങള് ഒരു മാർജിനും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കുറച്ച് കൊടുത്തിട്ടില്ല. ഞങ്ങൾ തുടങ്ങിയിട്ട് ഇത് മൂന്നാമത്തെ മാസമാണ് ഞങ്ങൾ കോഴിക്കോട്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ ഈ ട്രെയിനിങ്ങില് പൈസ വരും. ഏറ്റവും വലിയൊരു ജ്വല്ലറിയിലെ പ്രശ്നം ഞങ്ങൾ കാണുന്നത്, ഇന്നിപ്പോ 100 ഗ്രാം വിറ്റാൽ 9 ലക്ഷം അല്ലെ 10 ലക്ഷം പെട്ടി വീഴും. പല ഓണേഴ്സും ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് എന്റെ പൈസയാണ്, എന്റെ വരുമാനമാണെന്നാണ്. പക്ഷെ ശരിക്കും മനസ്സിലാക്കിയാൽ 1000 രൂപ പോലും ആ ഓണർക്ക് എടുക്കാൻ പറ്റാത്ത ബിസിനസ് ആണ് 100 ഗ്രാം കച്ചവടത്തിൽ ഇന്ന് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ആർക്കും വരിക. അപ്പം ഈ ക്യാഷ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന കാര്യത്തെ പറ്റി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ക്യാഷ് വന്നു കഴിയുമ്പോൾ ആദ്യം ചെയ്യുക എന്ന് പറയുന്നത് പർച്ചേസ് ആണ്. അതായത് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് സ്റ്റോക്ക് പർച്ചേസ് എന്ന് പറയുന്നതാണ്. ഈ പർച്ചേസ് എന്ന് പറയുന്നതിലാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റംസ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പ്രൊഡക്റ്റുകൾ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചില സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്ത് പോവാണ്. അതെന്താ വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടും, അല്ലെങ്കിൽ ടച്ച് കുറച്ച് കിട്ടും. ഇതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പക്ഷെ പുതിയ ജ്വല്ലറികൾ വരുമ്പോൾ ഒരു ഇനാഗ്രേഷൻ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവിടെ നല്ല സ്റ്റോക്കും നല്ല സെലക്ഷനും നല്ല ഇതൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് എന്ത് ചെയ്യാണ്, അത് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അവരുടെ ബിസിനസ് എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഒരു പുതിയ ഓപ്പണിംഗ് ഷോറൂം പോലെ നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്ഥാപനത്തെ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പർച്ചേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് 9 കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം എടുക്കും, ഏതെങ്കിലും ഒരു കാര്യം എടുത്താൽ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യല, കണക്ട് ആവില്ല. അതായത് നമ്മൾ സർവീസ് കൊടുക്കാൻ തയ്യാറാണ്, മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ്, കുറെ ആൾക്കാർ കൂടി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, അത് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോക്ക് ആക്കി വെച്ചു. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമർ വരാൻ ചാൻസ് ഇല്ല. നമ്മുടെ ഈ താഴത്തെ ഷോറൂം ഒരു സോഫ്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, ഇനാഗ്രേഷൻ നടത്തിയത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങൾ സെലിബ്രിറ്റീസിന് ആരും കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളുടെ ഡയറക്ടേഴ്സ് തന്നെ മാത്രമാണ് എന്ത് ചെയ്ത് ഇനാഗ്രേഷൻ നടത്തിയത്. ഞങ്ങൾ ആ നോട്ടീസിൽ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പറയാൻ കാരണം എന്താ വെച്ചാൽ, അഥവാ സക്സസ് ആയിട്ടില്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് വെക്കണമെന്നുള്ള രീതിയിലാണ്. പക്ഷെ ഞങ്ങൾ ഈ ബിനീഷ് പിടിച്ചിരിക്കുന്ന ഈ കാര്യം, ഞങ്ങളുടെ ആ നേരത്തെ പറഞ്ഞിരിക്കുന്ന 5 കാര്യം വഴി ഞങ്ങൾ ഫോക്കസ് ചെയ്തു. മാർക്കറ്റിംഗ് ആ 5 കാര്യം വെച്ച് മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, വീണ്ടും ഇനാഗ്രേഷൻ നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾ കസ്റ്റമർ വാക്കിംഗ് ഞങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ കരിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കംപ്ലൈന്റ് ആണ്. പക്ഷെ നമുക്ക് മൊത്തം ബിസിനസ് അല്ല കംപ്ലൈന്റ്. ചിലപ്പം കസ്റ്റമറുടെ ഭാഗത്തുനിന്നാവാം, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നാവാം, അല്ലെങ്കിൽ കസ്റ്റമർ പറയാൻ ഇന്ന ഐറ്റം ഇല്ലെന്ന് പറഞ്ഞിട്ടാവാം. ഏതിലായിക്കോട്ടെ, ആ കംപ്ലൈന്റിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, പ്രോഫിറ്റ് വരുള്ളൂ. ഈ പറയുന്ന 11 പില്ലേഴ്സ് കറക്റ്റ് ആയാൽ മാത്രമേ 12ാമത്തെ കാര്യമായ പ്രോഫിറ്റ് നമുക്ക് വരുള്ളൂ. ഈ 11 കാര്യങ്ങളാണ് നമ്മൾ ഒരു ഷോറൂമിൽ എങ്ങനെ നടക്കണം, എവിടെയൊക്കെയാണ് അത് നോക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രെയിനിങ്ങിൽ കൂടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ 12 ക്ലാസ് ആണ്, ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓണേഴ്സിന് ഒരു മാസത്തിൽ 4 ക്ലാസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 മാസം കൊണ്ട് ഞങ്ങൾ ഓണേഴ്സിനെ ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആണെങ്കിൽ അതാത് ഷോപ്പിലെ മാനേജർമാർക്ക് ബുധനാഴ്ച ഞങ്ങൾ എന്ത് ചെയ്യും, മാനേജർക്ക് വേണ്ട ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കും. ഓണേഴ്സിനും മാനേജേഴ്സിനും ഒരുമിച്ച് ഞങ്ങൾ എന്ത് ചെയ്യില്ല, ട്രെയിനിങ് കൊടുക്കില്ല. അപ്പോൾ മാനേജേഴ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത്, ഒരു മാനേജർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ആയിരിക്കും. ഓണർമാരുടെ ട്രെയിനിങ്ങിന്റെ തൊട്ട് പുറകെ തന്നെ, അതായത് 2 ദിവസം കഴിയുമ്പോൾ മാനേജേഴ്സിന്റെ ട്രെയിനിങ് പോകും. ഇതും ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും. അങ്ങനെ ഒരു മാസത്തിൽ 4 ട്രെയിനിങ്, അങ്ങനെ 3 മാസം കൊണ്ട് മാനേജേഴ്സ് ട്രെയിനിങ് കൊടുക്കും.
അതിന്റെ തൊട്ട് പുറകെ നമ്മുടെ സ്റ്റാഫിന്റെ ട്രെയിനിങ്ങും കൊടുക്കും. അതൊരു വെള്ളിയാഴ്ച ആയിരിക്കാം. സ്റ്റാഫിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് അക്കൗണ്ടന്മാർക്കുള്ള ട്രെയിനിങ് എല്ലാം ചാർട്ടേഡ് അക്കൗണ്ടന്മാർ കൊടുക്കും. ഡയമണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഡയമണ്ട് അതാത് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും ട്രെയിനിങ് കൊടുക്കുക.